പഹൽഗാമിലെ ഭീകരതയ്ക്ക് അറസ്റ്റ്. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത ജമ്മു കശ്മീർ സ്വദേശി പിടിയിലായി. മുഹമ്മദ് കഠാരിയ എന്ന ആളെയാണ് ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ മഹാദേവിനിടെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുഹമ്മദ് ഖഡാരിയ കുടുങ്ങുന്നത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഓപ്പറേഷൻ മഹാദേവിലൂടെ ആ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ വധിച്ചു എന്ന് വ്യക്തമാക്കിയതാണ് ഇന്ത്യ. ഈ ഭീകരർക്ക് ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് തേടിയുള്ള അന്വേഷണത്തിനുള്ളിലാണോ കഠാരിയ എന്ന ഇയാളിലേക്ക് പോലീസ് എത്തുന്നത്? ഇയാൾക്ക് നേരത്തെയും എന്തെങ്കിലും ഭീകരവാദ ബന്ധമോ സംഘടനകളുമായി ബന്ധമുള്ളതായി വിവരങ്ങളുണ്ടോ? എൽദോ, ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് AK-47 M9 അസോൾട്ട് റൈഫിളും അടക്കം ആയുധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവ അന്ന് തന്നെ ഈ പോലീസും ഒപ്പം തന്നെ സൈന്യവും ഉൾപ്പെടെ ശേഖരിക്കുകയും അത് പിന്നീട് ഈ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ മുഹമ്മദ് ഖഡാരിയ എന്ന വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്ത് ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു നൽകിയും ഒപ്പം തന്നെ ഈ ആയുധം ഉള്ളവ ഇവർക്ക് കയ്യിലുകളിലേക്ക് എത്തിച്ചു നൽകിയതും ഈ മുഹമ്മദ് ഖഡാരിയ എന്ന കശ്മീർ സ്വദേശിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കശ്മീർ പോലീസ് പുറത്തുവിടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പലരും പോലീസിന്റെയും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും ഒക്കെ റഡാറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. മഹാദേവ് കുന്നിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഭീകരർക്ക് സഹായം നൽകിയിട്ടുള്ള മുഹമ്മദ് ഖഡാരിയെ അറസ്റ്റ് ചെയ്ത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമായിട്ടുള്ളത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ 3 ഭീകരരെയും സൈന്യം വധിച്ചത് ഈ മഹാദേവ് കുന്നിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പേര് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് നൽകാൻ ഇടയാവുകയും ചെയ്ത് അവിടെ നടത്തിയ പരിശോധനയിൽ ഒപ്പം തന്നെ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ആളുകളുടെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ള വിവരം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മുഹമ്മദ് ഖഡാരിയിലേക്ക് എത്തുകയും ചെയ്ത് ചില സൂചനകൾ ലഭ്യമായിരുന്നു എൽദോ. അതായത് ഈ ആയുധങ്ങൾ ഇവർക്ക് എങ്ങനെ ലഭ്യമായി, ഇവരിലേക്ക് എത്തിച്ചു നൽകിയതിന് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊരു സഹായം ഉണ്ടായി കാണണം, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവർക്ക് ഈ ആയുധങ്ങൾ ലഭ്യമാകില്ല, ഒപ്പം തന്നെ ഇങ്ങനൊരു വലിയ ഭീകരാക്രമണം നടത്താനാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ഒരു റൈഫിളുകളിൽ ഉണ്ടായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് അതിൽ നിന്നാണ് ഈ ഖഡാരിയയിലേക്കും മറ്റു 2 പേരുടെ പേരുകൾ കൂടി പറഞ്ഞു കേൾക്കുകയും ചെയ്യുന്നു. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇയാൾ തന്നെയാണ് ഈ ഒരു ഭീകരർക്ക് കൂടുതൽ സഹായം ചെയ്യുകയും ഈ ആയുധങ്ങൾ കൈമാറുകയും ചെയ്തതെന്നാണ് നമുക്ക് പോലീസിൽ ലഭ്യമാകുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലൊരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്ത് നിന്നാണ് ഈ ഒരു ഭീകരരെ വധിച്ച മേഖലയാണ്. അവിടെ നിന്നാണ് ഈ ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് ആ ആയുധങ്ങൾ പരിശോധിച്ചതിലൂടെ കൂടിയാണ് ഈ മുഹമ്മദ് ഖഡാരിയ എന്ന കശ്മീർ സ്വദേശിയിലേക്കും എത്തുകയും ചെയ്ത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മറ്റൊരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, മറ്റേതൊക്കെ തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, മറ്റാരൊക്കെ ഈ ഒരു സംഭവത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങളിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കശ്മീർ സ്വദേശി മുഹമ്മദ് ഖഡാരിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ഭീകരാക്രമണത്തിന് ഞെട്ടലിൽ നിന്ന് ഇതുവരെയും രാജ്യത്തിന് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ പങ്കെടുത്ത 3 ഭീകരരെയും ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്താണ്. അത്രത്തോളം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വരികയും ചെയ്താണ്. പക്ഷേ എങ്ങനെ ഈ ഭീകരർക്ക് സഹായം ലഭിച്ചു എന്നടക്കമുള്ള ഒരു ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുഹമ്മദ് ഖഡാരിയ എന്ന 26-കാരനാണ് ഇവർക്ക് കൂടുതൽ സഹായം ചെയ്ത് നൽകിയിരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് സഹായം നൽകിയത് എന്നുള്ളത് സംബന്ധിച്ച് MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. കഠാരിയ എന്ന ആളാണ് ഈ ഭീകരതയ്ക്ക് കൂട്ടുനിന്നതിന് ഇപ്പോൾ അറസ്റ്റിലായത്.